ഫോളോ യുവർ ഡ്രീംസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ അടൽ ടണലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പോകുന്ന വഴിയിൽ അവിടുത്തെ കാഴ്ചകൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് പറയാം. ഇവിടുത്തെ കാഴ്ചകൾ തന്നെ അടിപൊളിയാണ്. ഇവിടെയുള്ള കാഴ്ചകൾ കണ്ടില്ലേ, ഫുള്ള് ഐസിനെ കൊണ്ടൊരു കഥാണ്. ഫുള്ള് അടിപൊളിയാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പ് കേട്ടോ. ഓക്കെ, പോണേ കണ്ട ഒരു ഭാഗത്തേക്ക് ഐസ് ഇറങ്ങിയതാണ്. ഇത് കണ്ടോ, ഐസ് നീക്കം ചെയ്യാൻ JCB ഒക്കെ കൊണ്ടുവന്ന് കേട്ടോ ക്ലീൻ ചെയ്യാൻ. ഐസാണ് റോഡ് മുഴുവൻ ഐസായിട്ട്. ഇത് കണ്ടോ, ഇതെന്തോ ഒരു കമ്പനി എന്തോ ആണ്. എന്തോ ഒരു ഫാക്ടറിയാണിത്. റൂഫിൻ്റെ മുകളിലൊക്കെ നോക്കി ഐസ് വന്നിട്ട്. അപ്പോൾ നമ്മൾ അടൽ ടണലിലേക്ക് കയറാനായി ഇനി 2 കിലോമീറ്റർ ഉള്ളൂ. അതിൻ്റെ ഒരു ഫ്രണ്ടത്തെ ഒരു കവാടാണിത്. പിന്നെ ഇവിടെ ഫുൾ ഐസാണ്. ഐസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ ഇത് തൊട്ടടുത്ത് എന്തൊക്കെ ഫാക്ടറികളൊക്കെ ഉണ്ട്. ഈ റൂഫിൻ്റെ മുകളിലൊക്കെ ഫുൾ ഐസായിട്ട് എന്തോ ഒരു ഭംഗിയെ കാണാൻ. അങ്ങോട്ട് എന്താ ഇത് ഒന്നും പറയാ. കണ്ടെയ്നറിൻ്റെ ഇതിൻ്റെ മുകളിലൊക്കെ ഫുൾ ഐസ് കേട്ടോ. ഗായ്സ്, അപ്പോൾ നമ്മൾ അടൽ ടണലിൻ്റെ മുമ്പിലുള്ള 2 കിലോമീറ്റർ ബാക്കോട്ട് ഇല്ലേ, ഇവിടുന്ന് 2 കിലോമീറ്റർ ആണ് അടൽ ടണലിലേക്ക്. ഫ്രണ്ടത്തെ കവാടാണിത്, ഫ്രണ്ടിലുള്ള കവാടം. അപ്പോൾ ഇനി എന്തായാലും ഒന്ന് പോയി നോക്കാം. ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ടണലിൻ്റെ കവാടത്തിൻ്റെ മുമ്പിൽ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ടണല് 9.02 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. സീ ലെവൽ 10,000 ഹൈറ്റിലാണുള്ളത്. ഇവിടെ നിർത്താൻ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് അങ്ങനെ നമ്മള് അടൽ ടണലിലൂടെ യാത്ര തിരിക്കുകയാണ്. ഇതിന്റെ ആദ്യത്തെ റോഡ് എന്ന് പറഞ്ഞാൽ 42 കിലോമീറ്റർ ആയിരുന്നു. അതിലെ പോകാൻ ഒരു 4-5 മണിക്കൂറോളം ടൈം എടുക്കുമായിരുന്നു. ഇപ്പോൾ നല്ല 1/2 മണിക്കൂറിനുള്ളിൽ ക്രോസ് ചെയ്ത് അടിപൊളി സെറ്റപ്പ്. നല്ല അടി മാത്രമേ പോകാൻ പാടില്ല, ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. 40 കിലോമീറ്റർ ആണ് ഇതിൻ്റെ സ്പീഡ്. കൂടുതൽ സ്പീഡിൽ പോകാൻ പാടില്ല. അങ്ങനെ ഞങ്ങൾ അടൽ ടണൽ പാസ് ചെയ്ത് വന്നു.
പക്ഷെ അവിടുന്ന് ഞങ്ങൾക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഫോട്ടോസും വീഡിയോസും അവിടുന്ന് സമ്മതിക്കുന്നില്ല. നേരെ നമ്മൾ ഈ ബ്രിഡ്ജ് പാസ് ചെയ്തിട്ടാണ് ഇവിടേക്ക് എത്തിയത്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും മഹേന്ദ്രയുടെ സെഞ്ചുറി ചാലഞ്ച് ബൈക്കുമായി ഞങ്ങൾ മണാലിയിൽ എത്തിയിരിക്കുന്നു. ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മുടെ ബൈക്ക് ഇവിടെ എത്തി. അടിപൊളിയാണ് യാത്ര. ഇതുവരെയുള്ള യാത്രകൾ നല്ല വിജയകരമായിട്ട് തന്നെ ആണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇവിടുത്തെ കാഴ്ചകൾ നോക്കി. ഇവിടുത്തെ റിവർ കണ്ടോ, പകുതി ഐസാണ്, പകുതി ഇങ്ങനെ ഉരുകി ഇങ്ങനെ ഒലിച്ചിങ്ങനെ പോകുന്നുണ്ട്. ഇതിന് ഈ ഫില്ലറിൻ്റെ മുകളിലൊക്കെ ഐസ് കണ്ടോ, ഫുള്ള് ഐസാണ് ഇവിടെ, കംപ്ലീറ്റ് മൂടി കിടക്കുക. ഇതെല്ലാം ഇന്ന് രാവിലെ ഫുള്ള് JCB കൊണ്ട് കോരി സൈഡിലേക്ക് ഇട്ടിച്ചതാണിത്. കളർ മാറ്റം കണ്ടില്ലേ, ഫുള്ള് റോട്ടും വന്ന് കംപ്ലീറ്റ് ഇങ്ങോട്ട് കയറിയതാണ്. സ്ഥലം ഒന്ന് പറഞ്ഞാലിരിക്കുക, എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. പിന്നെ മാത്രമല്ല ഞങ്ങൾ ആ ടണലിൽ കയറുന്നതിൻ്റെ മുമ്പ് അങ്ങനെ തണുപ്പൊന്നും ഇല്ലേനു, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ ടണലിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയപ്പോൾ പിന്നെ അങ്ങോട്ട് തണുപ്പ് കൂടാൻ തുടങ്ങി. ഗ്ലൗസിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ തണുപ്പ് ഇങ്ങനെ അടിച്ച് കയറാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വിറച്ച് പോയി. ടണലിൽ ഇങ്ങോട്ട് പാസ് ചെയ്ത് വന്നപ്പോൾ ആ തണുപ്പ് അങ്ങോട്ട് പോയി. ഇവിടെ കുറച്ച് വെയിലുണ്ട്, അതിനുള്ളിൽ ഭയങ്കര തണുപ്പാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള കാഴ്ചകളൊക്കെ നോക്കാം. നമുക്ക് ആ അരുവിലേക്കൊന്ന് പോയാൽ കേട്ടോ, പോയായിരുന്നു. അപ്പുറത്ത് കുറച്ചൊരു അരുവിയുണ്ട്, എന്തായാലും അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. അവിടുത്തെ കാഴ്ച ഓക്കെ, അവിടുത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയാണ്? കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കണ്ടാൽ തന്നെ എന്താപ്പം പറയാ, ഒരു രക്ഷയില്ല. ഒമ്പൻ കാഴ്ചകളാണ്, ഒമ്പൻ കാഴ്ചകളാണ്. പിന്നെ ഗൈസ് നമ്മളെ മുതലിതാ ഇരിക്കുന്നത് കണ്ട. ഇത്രയും ഹൈ റേഞ്ച് കയറി വന്ന് ഈ മഹേന്ദ്രയുടെ സെഞ്ചുറി ബൈക്ക് കാലിക്കറ്റ് മണാലിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ ചാലഞ്ച് വമ്പൻ വിജയകരമായി തന്നെ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വേറെ സ്ഥലം കൂടി പോകാണ്ട്, റോത്താങ്ങിൽ പോകാണ്ട്. ഓക്കെ, നമുക്ക് ഈ അരുവിയിലെ താഴത്തേക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്. എന്താ ഐസോണ്ടൊരു കഥ തന്നെയാണ്. എന്താ സ്ഥലം, എന്താല്ലേ പതിലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ ബ്രിഡ്ജ് വരെ ആൾക്കാർ നിന്നിട്ടുള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആരും കടത്തി വിട്ടിട്ടില്ല കഴിഞ്ഞ ആഴ്ചയൊക്കെ. ഇന്നൊന്ന് നമുക്ക് ഭാഗ്യമുണ്ട് ഇങ്ങോട്ട് കിടക്കാൻ. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാട്ടോ ഇതിവിടെ. ഫുള്ള് ആ വീടുകളൊക്കെ കണ്ടില്ലേ, വീടെല്ലാം എന്തോ കമ്പനി എന്താണ്, പകുതി വരെ മുങ്ങിക്കിടക്കാണ്. എന്റെ പൊന്നോ, അതല്ലോ ഇവിടെ കാലൊക്കെ ഫുള്ള് താന്നുണ്ട്. സോളാങ് വാലിനെക്കാട്ടിയും അടിപൊളിയായിട്ടുണ്ടോ ഇവിടെ. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. എങ്ങനെയുണ്ട് ഗൈസ്, അടിപൊളിയല്ലേ? എന്ത് പറയാനാ, ഒന്നും പറയാനില്ല. ഒരു രക്ഷയില്ലാത്ത സ്ഥലങ്ങളാണ്. എന്തോ അത് കണ്ട, കാലൊക്കെ താന്നുകൊണ്ടില്ലേ, ഫുള്ള് താന്നു പോവാണ് താഴോട്ടേക്ക്. പൊളിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ പൊളിച്ച സ്ഥലമാണ്, ഒരു രക്ഷയില്ല. അതല്ലേ ഞങ്ങളിങ്ങനെ ഇതിലിങ്ങനെ നടന്ന് പോകാൻ പറ്റാത്ത വഴികളൊക്കെയാണ്. എന്തായാലും നടന്നു നോക്കാം.
എൻ്റെ റബ്ബേ, ഇതിൽ ആരും പോയിട്ടില്ല എന്ന് തോന്നുന്നു പതിലോ. ഇതിലെ ജാക്കറ്റ് നടന്നു പോയതാണോ? അതാണ് വയ്യും തോന്നുന്നു. അതാ ആ മറ്റേ ട്രാക്ടർ പോയ വയ്ക്ക് പോവാ. ഞാനൊക്കെ പൂണ്ടു പോകട്ടോ. ഇത് ഇവിടെ ഇല്ല, ഇവിടെ എത്ര ഉള്ളു? ഇതാ ഇവിടെ എത്ര ഉള്ള ഐസ്? ചില സ്ഥലത്ത് ചിലപ്പോൾ താന്നു പോകാൻ ചാൻസ് ഉണ്ട്. ആഹാ, ഈ സീസണില് സത്യം പറഞ്ഞാൽ ആരും മിസ് ചെയ്യരുത് കേട്ടോ. ശരിക്കും വരേണ്ട സമയം തന്നെയാണ്. നമുക്കെന്തോ ഒരു ഭാഗ്യം ഇവിടം വരെ എത്തിയത്. റോത്താൻ പാസിലേക്ക് ഇനി കടക്കാൻ പറ്റുമെന്ന് അറിയില്ല. ക്ലോസ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, അവരോട് അന്വേഷിച്ച് നോക്കണം പോകാൻ പറ്റുമോ എന്നുള്ളത്. ഓ ഒന്നും പറയാനില്ല. അടിപൊളി അടിപൊളി. ഇതാ ഈ രണ്ട് മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ ഒരു അരുവി പോകുന്നുണ്ടോ? ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. അടിപൊളി എന്ന് പറയാൻ അടിപൊളി. ആ ചാടാനോ? വേണ്ട, എന്തിനാണ് വന്നത് ചാടാൻ നിൽക്കുന്നത്? ചാടാൻ ഇവിടുത്തെ ആഴൊക്കെ എങ്ങനെയാന്നുള്ളതൊന്നും അറിയില്ല. കാരണം അരുവി വേണം. എന്താ ഇവിടെ തന്നെ താന്നുണ്ട് അതിലോ. ആ ചവിട്ടിനടുത്തൊക്കെ കട്ടായി പോകുന്നുണ്ടേ. ഇവിടൊക്കെ ആദ്യം വെള്ളം ഉണ്ടായിരുന്നതാണ്. ഫുള്ള് ഐസായി കിടക്കണം. ഈ സ്ഥലം മൊത്തം ഇപ്പോൾ ഇവിടെ ഐസായി കിടക്കാണ്. ഇതാണോ ഇവിടെ ചവിട്ടിയ പൊട്ടുണ്ടായിക്കോല്ലേ? എല്ലാം ഫുൾ ഐസാണ്. വെറുതെ എന്തിനാണ് ചിലപ്പോൾ മോന്തൊക്കെ കുത്തിയിരിക്കുന്നത്. അടിപൊളി സ്ഥലമാണ് മക്കളെ. കൈയൊക്കെ മരവിക്കാൻ തുടങ്ങി. കൈക്ക് ഗ്ലൗസ് ഇട്ടിട്ടില്ല. ഗ്ലൗസ് ഇട്ടാൽ ഈ ക്യാമറ ഒക്കെ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഇല്ലേ, ഇവിടെ ചില സ്ഥലത്തൊക്കെ ചവിട്ടിനടുത്തൊക്കെ പൊട്ടിപ്പോണ്ട് കാണുന്നുണ്ട്. ഹലോ, ഒന്നും പറയാല്ലോ ടീമേ. അടിപൊളിയാണ്, അടിപൊളിയാണ്. പൊളിച്ച സ്ഥലം മക്കളെ. തണുപ്പ് എന്ന് പറയാൻ ഗൈസ്, അങ്ങനെ അഡൽട്ട്, ഈ നേരെ കാണുന്നതാണ് അഡൽട്ട് ടണൽ. ഇതിൻ്റെ അപ്പുറത്താണ് സിസു. ഈ കാണുന്ന കാഴ്ചകളെല്ലാം നിങ്ങളിപ്പോൾ കണ്ട കാഴ്ചകളെല്ലാം സിസു ആണ്. ഈ അരുവി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ അയക്കുക. പിന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഓക്കെ.